വൈഫൈയുടെ റേഞ്ച് കുറവുണ്ടോ? വീട് അതല്ല ഓഫീസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വൈഫൈക്ക് റേഞ്ച് കുറവുണ്ടെങ്കിൽ അതിന് ചെറിയ സൊല്യൂഷൻ ഉണ്ട്. നമ്മളിപ്പോ വീട് അല്ലെങ്കിൽ ഓഫീസ് ആണെങ്കിൽ ഈ ഭാഗത്താണ് മോഡം വെച്ചതെങ്കിൽ നമുക്ക് ഈ ചിലപ്പോൾ അതിന്റെ അപ്സ്റ്റെയറിലേക്ക് റേഞ്ച് കുറവുണ്ടാവും. അതല്ല ഇവിടെ വെച്ചതെങ്കിൽ ഈ ഭാഗത്തേക്ക് റേഞ്ച് കുറവുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലേക്ക് ഈ സൈഡിലേക്കൊക്കെ റേഞ്ച് കുറവുണ്ടാവും. അങ്ങനെ റേഞ്ച് കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തേക്ക് ഒരു CAT6 കേബിൾ കൺസീൽഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വീട് പണി നടക്കുന്ന ടൈമിൽ തന്നെ കൺസീൽഡ് ചെയ്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് കൺസീൽഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് വൈഫൈ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വയർ ഇടാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മുടെ അടുത്ത് റൗട്ടറുകൾ ഉണ്ട്, എക്സ്റ്റൻഡർ ഉണ്ട്, റിപ്പീറ്ററുകൾ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ ടെൻഡ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൽ ഡബിൾ ആന്റിന റൗട്ടറുകൾ ഉണ്ട്. നമുക്ക് വയർ ഇട്ടിട്ടും ചെയ്യാം, വൈഫൈ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ചെറിയ മോഡലുകളാണത്. അതല്ലെങ്കിൽ TP ലിങ്കിന്റെ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ഉണ്ട്. ചെറിയ കോൺഫിഗറേഷൻ ഇതിനും ഉണ്ട്. ഇതിൽ നമുക്ക് ലാൻഡ് പോർട്ട് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം, വൈഫൈ ആയിട്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല റേഞ്ച് കാര്യങ്ങൾ കിട്ടുന്ന N300 ആണ് വരുന്ന മോഡൽ കേട്ടോ. പിന്നെ D-Linkന്റെ ഡുവൽ ബാൻഡ് റൗട്ടറുകൾ ഉണ്ട്. ഇതിൽ 5 GHz 2.4 GHz സപ്പോർട്ട് ചെയ്യുന്ന 4 ആന്റിനുള്ള D-Linkന്റെ റൗട്ടറുകളും നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അസ്യൂസിന്റെ ഒക്കെ ഡുവൽ ബാൻഡ് റൗട്ടറുകൾ ഉണ്ട്. കുറച്ചും കൂടി റേഞ്ച് ഏരിയ ഇത് എടുക്കുന്നതാണ്, കുറച്ചുകൂടി പ്രൈസ് കൂടുതലാണ്. ഇതുപോലെ നമുക്ക് സിം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റൗട്ടറുകൾ ആണെങ്കിൽ ടെക്കിയുടെ ഈ ഒരു ബ്രാൻഡിൽ നമുക്ക് സിം ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റൗട്ടറുകളുണ്ട്. TP ലിങ്കിന്റെ 2 ആന്റിനന്റെ റൗട്ടറുകളുണ്ട്. ഇതെല്ലാം നോർമലായിട്ട് വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന റൗട്ടറുകളാണ്. എല്ലാ ടൈപ്പ് റൗട്ടറുകളും നമ്മുടെ റെഡി സ്റ്റോക്ക് ആണ്. ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഡൊമൈൻ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ സൈറ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് എന്താ അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ റേഞ്ച് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ സൈറ്റ് സർവേ നടത്തിയതിനു ശേഷം മാത്രമേ റൗട്ടറുകൾ ഫിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഡൊമൈൻ കമ്പ്യൂട്ടേഴ്സ് കോൺടാക്ട് ചെയ്യാം.